ഇന്നിപ്പോൾ 267 നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. സഭാ നടപടികളെല്ലാം നിർത്തിവെച്ച് അടിയന്തര പ്രാധാന്യത്തോടെ ഇത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇൻഡോ അമേരിക്ക ഡീൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് പ്രശ്നങ്ങൾ വളരെ പ്രധാനമായും ഇക്കാര്യത്തിൽ രാജ്യത്തിന് ആശങ്കയായുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യൻ പാർലമെൻറ്റോ ഇനി ഇന്ത്യയിൽ നിന്നോ ആരും പ്രഖ്യാപിക്കാതെ വൈറ്റ് ഹൗസ് ഇന്ത്യയുടെ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കാൻ കഴിയുന്ന വളരെ നയപരമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം ട്രംപിൻ്റെ കാൽക്കീഴിൽ നരേന്ദ്രമോദി സർക്കാർ അടിയറ വച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ്. അത് അങ്ങേയറ്റം ആശങ്കാജനകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്തെ കർഷകർ, ഇന്ത്യൻ ഇക്കോണമിയെ നിർണായകമായൊരു പങ്കാണ് ഇന്ത്യൻ കർഷകർക്കുള്ളത്. ആ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന കർഷകർ ആത്മഹത്യാ മുനമ്പിലേക്ക് അവരെ തള്ളിവിടുന്നതാണ് ഈ പുതിയ ട്രീറ്റി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത്. അമേരിക്കയുമായി ബന്ധപ്പെട്ട അവരുടെ കൃഷി വകുപ്പിൻ്റെ സെക്രട്ടറി ട്രംപിന് നന്ദി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്കയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഇന്ത്യയുടെ കാർഷിക വിപണി പൂർണ്ണമായി തീരുവകളില്ലാതെ തുറന്നിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ, ഇന്ത്യയിലെ മന്ത്രിമാർക്ക് ലഭിക്കുന്നതിനേക്കാൾ വ്യക്തത ഇന്ത്യയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അമേരിക്കയുടെ ഒരു ബ്യൂറോക്രാറ്റിന് ലഭിക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കൂ. രാജ്യത്തിൻ്റെ പരമാധികാരം ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത് കാണാം. ഇവിടെ യഥാർത്ഥത്തിൽ അമേരിക്കൻ ഇൻഡസ്ട്രിയുടെ, പ്രത്യേകിച്ചും കാർഷിക വിപണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വളരെയധികം സബ്സിഡൈസ് ചെയ്യുന്നൊരു സ്റ്റേറ്റാണ്, ഒരു രാജ്യമാണ് അമേരിക്ക. വലിയ സബ്സിഡിയോടുകൂടി ഉയർന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉൽപ്പാദനക്ഷമത കൂടിയ അമേരിക്കയുടെ കാർഷിക മേഖല, അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ ചെറിയ വിലയ്ക്ക് ഇന്ത്യയിൽ അവർക്ക് വിൽക്കാൻ വേണ്ടി കഴിയും. ഇവിടെ തീരുവ കൂടി ഇല്ലാതാവുന്നതോടുകൂടി ഇന്ത്യയിലെ കർഷകർക്ക് ആ വിപണിയിൽ അമേരിക്കൻ വിപണിയോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു ദുരന്തത്തിലേക്കാണ് ഈ അർദ്ധരാത്രിയിൽ അമേരിക്കയിൽ നിന്ന് പ്രഖ്യാപിച്ച, ഇന്ത്യൻ സമയം അർദ്ധരാത്രിയിൽ അമേരിക്കയിൽ നിന്ന് പ്രഖ്യാപിച്ച ഈ പോളിസി ഷിഫ്റ്റിംഗ് വരാൻ പോകുന്നത്. അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ ഇന്ത്യൻ ജനതയോടൊരല്പമെങ്കിലും ധാർമ്മികതയും സ്നേഹവും ബാക്കിയുണ്ട് എങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഇതിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത്. ആദ്യം ഇതിൻ്റെ വ്യക്തത വരുത്തണം. ഇപ്പോഴും പാർലമെൻറ്റിനുള്ളിൽ വ്യക്തത വരുത്താൻ തയ്യാറാകാതെ ഒളിഞ്ഞു കളിക്കുകയാണ്. എത്ര മണിക്കൂറായി PMOയിൽ നിന്ന് ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു കൃത്യമായ വിശദീകരണം വന്നിട്ടില്ല. പാർലമെൻറ്റിനുള്ളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് ഉടനടി തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് രാജ്യസഭയിൽ ഫ്ലോർ ലീഡറായ JP നഡ്ഡ അറിയിച്ചത്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണത്. അത് വരട്ടെ, കൂടുതൽ പ്രതികരിക്കാം. ഏതായാലും ഇത്തരം ഇന്ത്യൻ ജനാധിപത്യം, ജനങ്ങളാണ് പരമാധികാരികൾ, അല്ലാതെ ട്രംപല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പരമാധികാരി. ഇപ്പോൾ ഈ MP-മാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തല്ലോ, കുറച്ച് CPM അംഗം ഒരാളുണ്ട്, തമിഴ്നാട് മന്ത്രിയിൽ നിന്നുള്ള വെങ്കടേശൻ. അപ്പോൾ അതിൽ കേരളത്തിലുള്ള CPM അംഗങ്ങളുടെ ഒരു പ്രതിഷേധം എങ്ങനെയായിരിക്കും? അല്ല, പാർലമെൻറ്റിലെ ജനാധിപത്യപരമായ പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളിൽ സംവാദത്തിൻ്റെയും ഒക്കെ ഇടമാണ് യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് എന്നുള്ളത്. അപ്പോൾ പാർലമെൻറ്റ് സസ്പെൻഷൻ്റെ സ്ഥലമല്ല. ഇപ്പോൾ ജനാധിപത്യത്തെ അങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. 2014 മുമ്പ് ഇന്ത്യൻ പാർലമെൻ്ററി ഡെമോക്രസിയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ആകെ സസ്പെൻഷനുകളേക്കാൾ എണ്ണം ഈ ചെറിയ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് കാണാം. മാസീവ് സസ്പെൻഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള സസ്പെൻഷൻ നടപടികളെ എക്കാലവും CPM ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരായിരുന്നു. അതിനെയും തുടരും.